നമ്മളവിടെ ആ കമ്പിയും സിമെന്റും വിൽക്കണ കാക്കണ്ട്. ഓ രാവിലെ പോയിട്ട് പീടിയ തുറന്നു വെച്ച് ഒരൊറ്റ കുട്ടിയും പീടിയിൽ വന്നിട്ട് വൈകുന്നേരം 5-5:15 അന്നത്തെ പീടിയ പൂട്ടുമ്പോ നിങ്ങൾക്ക് അറിയില്ല സ്ഥിതി എന്തേക്കാരം. കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും കരണ്ടും വെള്ളവും റെഡിയാണ് അല്ലേ, പണിക്കാരെ കൂലി റെഡിയാണ്. അല്ലാ, ഒരു 5-5:15 അടക്കാൻ നേരത്ത് ഒരു കാറിൽ 4 ആളാണ് വന്നു. അപ്പൊ കച്ചവടക്കാരന് റാഹത്തായി, പുറച്ചാനെ ഒരു കച്ചവടമെങ്കിലും നടക്കുമല്ലോ. ആ പണിക്കാരനോട് പറഞ്ഞു ഒരു 5 ചായക്ക് പറയാം. ചായ ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുന്ന് വെച്ച് ഇരിക്കുമ്പോ ചോദിച്ചു, പിന്നെ എന്താ സാധനം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് യത്തീങ്ങാന്റെ പിരിവാണ്. അടക്കാൻ നേരത്ത് വന്ന കാർ ഏതാണ്? യത്തീങ്ങാന്റെ പിരിവ. അങ്ങനെയാണ് 5:30 പീടി അടച്ചു വരുന്നത്. അന്ന് മൂപ്പര് പീടി അടച്ചു വരുമ്പോ മുഖത്ത് വലിയ തെളിവുണ്ടാവുമോ? പെണ്ണുങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങൾ ആണുങ്ങളാണ്. പുറത്തൊക്കെ പോയി വരുമ്പോ രാവിലെ പെരീന്നാണ് പോകുമ്പോ നമ്മൾ ചിരിച്ചു കളിച്ചു പോയതാ. തിരിച്ചു വരുമ്പോ മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കണം സഹോദരിമാരെ, ഇന്ന് മൂപ്പരെ കച്ചവടം റാഹത്തുള്ള കച്ചവടാണോ അല്ലേ. മൂപ്പര് വരുമ്പോ മുഖത്തിന് അത്ര തെളിവില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇവിടുന്നാണ് പോകുമ്പോ നല്ല മട്ടത്തിൽ പോയത്. അപ്പൊ അതെങ്ങനെ വന്നേക്കണം, ആർക്കറിയാം എന്താന്നുള്ളത്. നിങ്ങളതിൽ ദേഷ്യം പിടിക്കരുത് പെണ്ണുങ്ങളെ. എന്താ, നമ്മളവിടെ ആ കമ്പിയും സിമെന്റും വിൽക്കണ കാക്കണ്ട്. ഓ രാവിലെ പോയിട്ട് പീടിയ തുറന്നു വെച്ച് ഒരൊറ്റ കുട്ടിയും പീടിയിൽ വന്നിട്ട് വൈകുന്നേരം 5-5:15 അന്നത്തെ പീടിയ പൂട്ടുമ്പോ നിങ്ങൾക്ക് അറിയില്ല സ്ഥിതി എന്തേക്കാരം. കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും കരണ്ടും വെള്ളവും റെഡിയാണ് അല്ലേ, പണിക്കാരെ കൂലി റെഡിയാണ്. അല്ലാ, ഒരു 5-5:15 അടക്കാൻ നേരത്ത് ഒരു കാറിൽ 4 ആളാണ് വന്നു. അപ്പൊ കച്ചവടക്കാരന് റാഹത്തായി, പുറച്ചാനെ ഒരു കച്ചവടമെങ്കിലും നടക്കുമല്ലോ. ആ പണിക്കാരനോട് പറഞ്ഞു ഒരു 5 ചായക്ക് പറയാം. ചായ ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുന്ന് വെച്ച് ഇരിക്കുമ്പോ ചോദിച്ചു, പിന്നെ എന്താ സാധനം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് യത്തീങ്ങാന്റെ പിരിവാണ്. അടക്കാൻ നേരത്ത് വന്ന കാർ ഏതാണ്? യത്തീങ്ങാന്റെ പിരിവ. അങ്ങനെയാണ് 5:30 പീടി അടച്ചു വരുന്നത്. അന്ന് മൂപ്പര് പീടി അടച്ചു വരുമ്പോ മുഖത്ത് വലിയ തെളിവുണ്ടാവുമോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ പരസ്പരം ഒരു അറിവ് വേണം. ഓരോന്നും ഒരു മനപ്പൊരുത്തത്തിലുള്ള ഒരു അറിവ്. പെണ്ണുങ്ങളെ കഷ്ടപ്പാട്, ആണുങ്ങളെ കഷ്ടപ്പാട്, എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടും വിഷമമൊക്കെ. ഇത് പരസ്പരം കണ്ടറിയണം. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഉണർത്തിയിരിക്കുന്ന കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മവദ്ദത്തം വറഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാനിത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുന്നത്, കുടുംബജീവിതത്തിൽ ഇന്ന് കലഹമാണ്, കുടുംബജീവിതത്തിൽ ഇന്ന് ബഹളമാണ്, കുടുംബജീവിതത്തിൽ ഇന്ന് വഴക്കും വക്കാണവുമാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊരു അല്ലാഹു ഉണ്ട്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാളെ മഹ്ശർ സഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ റഹ്മ് എന്ന് പറയുന്ന കുടുംബ ബന്ധം സിറാത്ത് പാലത്തിന്റെ അവിടെ നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, അല്ലാഹ് സിറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് ആ വരുന്ന ആളുണ്ടല്ലോ, ഉമ്മാനോട് തെറ്റിയ ആളാണ്, ഉമ്മാന്റെ അനുജത്തിന് നോക്കാത്ത ആളാണ്, ബാപ്പാന്റെ പെങ്ങളെ ശ്രദ്ധിക്കാത്ത ആളാണ്, ആങ്ങളെയും പെങ്ങളും തെറ്റി നിൽക്കുന്ന ആളുകളാണ്. ഇത് റഹ്മ് അവിടെ വെച്ച് വിളിച്ചു പറയുമെന്ന് അള്ളാന്റെ റസൂല് വല്ലാതെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗം കണി കാണുകയില്ല. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗം കണി കാണുകയില്ല. ഓ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് വാപ്പ പറഞ്ഞു, മോനെ ജാബിറെ, ഉപ്പ ഉഹദിലേക്ക് പോവുകയാണ്. ഉപ്പാക്ക് നിന്നോടൊരു വസിയത്ത് പറയാനുണ്ട് മോനെ. നിന്റെ കൂടെയുള്ള എല്ലാ പെങ്ങന്മാരും ജാബിർ തങ്ങൾ മാത്രമേ ഒരു ആൺതരിയുള്ളൂ, ബാക്കിയൊക്കെ പെങ്ങന്മാരാണ്, ഒക്കെ ചെറിയ ചെറിയ മക്കളുമാണ്. 7 അല്ലെങ്കിൽ 9 മക്കളുണ്ട്. ആ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ജാബിർ തങ്ങളോട് വാപ്പ പറഞ്ഞു, മോനെ ജാബിറെ, ഞാൻ ഉഹദിലേക്ക് പോവുകയാണ്. ഞാൻ അള്ളാഹുവിനോട് ഷഹീദാകാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പാന്റെ കുട്ടി ഈ പെങ്ങന്മാരൊക്കെ നല്ല പോലെ നോക്കണം കേട്ടോ. ഉപ്പ എന്നെ ഏൽപ്പിച്ചോളി, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തു. ഉടനെ ഉപ്പ പറഞ്ഞു, മോനെ ജാബിറെ, നിങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് പോറ്റുന്നതിന് വേണ്ടി ഞാൻ വിഷമിച്ചപ്പോൾ ഞാൻ പലരോടും പണം കടം വാങ്ങിയിട്ടുണ്ട്, പലർക്കും പൈസ കൊടുക്കാനുണ്ട്. ഇപ്പാന്റെ കുട്ടി വാപ്പാന്റെ കടം ഏറ്റെടുക്കണം മോനെ, ഇപ്പാന്റെ കുട്ടി വാപ്പാന്റെ കടം ഏറ്റെടുക്കണം.
ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു വാപ്പാനോട് പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ കടം ഏറ്റെടുത്തോളാം. ആ കൂട്ടത്തിൽ മോൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഉഹദ് യുദ്ധത്തിലേക്ക് ഞാൻ പോയിക്കോളാം. അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ ഞാൻ ഷഹീദാകാൻ വേണ്ടി ആഗ്രഹിച്ചു പോയി, അതുകൊണ്ട് ഉപ്പാന്റെ കടം നീ ഏറ്റെടുക്കണം, ഈ പെൺമക്കളൊക്കെ നീ പെങ്ങന്മാരൊക്കെ നീ നോക്കണം. അതൊക്കെ ഏറ്റെടുത്തു. വാപ്പ ഉഹദ് യുദ്ധത്തിലേക്ക് പോയി. അവര് ഉഹദിൽ വെച്ച് ഷഹീദായി. ഉഹദിൽ വെച്ച് ഷഹീദായി. ഹംറാഉൽ അസദിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ചർച്ചാവേള പിരിഞ്ഞ് നബി തങ്ങൾ യോഗം പിരിച്ചുവിട്ടപ്പോൾ ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ പോകുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിൽ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ മുന്നിൽ ഒരാൾ അതിവേഗം പോകുന്നുണ്ട്. റസൂലുള്ളാഹി ഒന്ന് വേഗത്തിൽ സ്പീഡ് കൂട്ടി പുറത്ത് ഇങ്ങനെ മുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ജാബിർ തങ്ങളാണ്. മോനെ ജാബിറെ, എന്താ അത്ര സ്പീഡിൽ പോണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ തങ്ങൾക്കറിയില്ലേ, ഉപ്പ വഫാത്താകുന്ന സമയത്ത് 7 പെങ്ങന്മാരെ എന്നെ ഏൽപ്പിച്ചു പോയതാണ്. ഞാനിപ്പോ അടുത്തൊരു കല്യാണം കഴിച്ചല്ലോ, ഞാൻ വീട്ടിലേക്ക് വേഗത്തിൽ പോവുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തിന് പാഠമാകാൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ കല്യാണം കഴിച്ചത് ചെറിയ കുട്ടിയാണോ അല്ല കുറച്ച് പ്രായമുള്ള പെണ്ണാണോ? ജാബിർ റളിയല്ലാഹു അൻഹു കണ്ണ് നനച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ ഞാൻ കുറച്ച് പ്രായമുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഹല്ലാ ജാരിയത്തൻ തുലായിബുഹാ വതുലായിബുക യാ ജാബിർ. ജാബിറെ, നിനക്ക് അങ്ങോട്ടും അവൾക്ക് ഇങ്ങോട്ടും കളിച്ചും രസിച്ചും ഉല്ലസിച്ചും ചെറിയ പ്രായത്തിൽ വളരാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചുകൂടായിരുന്നില്ലേ മോനെ? നീ എന്തിനെ കുറച്ച് പ്രായമുള്ളതിനെ കല്യാണം കഴിച്ചത്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ളാഹിയോട്, ഓ പുന്നാര നബിയേ, എന്റെ മനസ്സിൽ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ പെങ്ങന്മാരെ കൂട്ടത്തിലേക്ക് അവരെക്കാൾ പ്രായക്കുറവുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഞാനും അവരും കളിച്ചും രസിച്ചും നിൽക്കുമ്പോൾ എന്റെ പെങ്ങന്മാരെ കാര്യം ഞാൻ മറന്നുപോയെങ്കിലോ എന്ന് കരുതിയിട്ട് അവർക്കൊരു സംരക്ഷണമായി നിൽക്കാൻ പറ്റാവുന്ന തരത്തിൽ കുറച്ചൊരു പ്രായമുള്ള പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് നബിയേ. കുടുംബം നോക്കണം, ശ്രദ്ധിക്കണം. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുടുംബം എന്ന് പറയുന്നത് സ്വർഗമാണ്. അള്ളാഹു റസൂലിന്റെ ബഹുമാനപ്പെട്ട മദീനയിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വാപ്പ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വീടും കുറച്ച് ഈത്തപ്പന മരങ്ങളും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈത്തപ്പന മരങ്ങളൊക്കെ പഴുത്തു. അപ്പോ കടം കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു വരാൻ തുടങ്ങി, ജാബിറെ വാപ്പ പൈസ തരാണ്ട്, ഈത്തപ്പഴമൊക്കെ കഴിച്ചു തുടങ്ങിയാലോ, നമ്മളെ പൈസ തരണട്ടോ. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഓരോരുത്തർക്കും കൊടുക്കാനുള്ള പൈസ എങ്ങനെ എഴുതി വെക്കണത്. അല്ലാഹ്, വാപ്പാന്റെ കടം ജാബിർ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിങ്ങനെ നോക്കുമ്പോൾ ഈത്തപ്പഴം വിറ്റാലല്ല, ആ പറമ്പും പെരയും മുഴുവൻ കൊടുത്താലും വാപ്പാന്റെ കടം വീടുകയില്ല, അത്ര കടം ബാക്കിയുണ്ട്. അല്ലാഹ്, പടച്ചോൻ കടം വെച്ച് മരിക്കണേന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും ദ്വാർക്കണം അങ്ങനത്തെ കാര്യത്തിനൊക്കെ, അല്ലേ? ഇപ്പൊ നമ്മളെ മയ്യത്തൊക്കെ കൊണ്ടെന്ന് വെച്ചാണ്ടല്ലോ നമ്മളെ പള്ളിക്കത്തെ മൂലർക്ക് ഒരു പറച്ചില് എന്താ പറയല്, ഈ മരണപ്പെട്ട ആള് പിലാക്കമ്പത്തെ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ്. മൂപ്പര് ഈ നാട്ടിൽ കൂടെ ഈസ്റ്റ് വെസ്റ്റ് നടന്നീനേതാണ്. വാക്കടപാടൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, അക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം. ഇന്നാളൊരു പള്ളിക്കന്ന് മൂലര് പറഞ്ഞു, അക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദാലിനോട് ചോദിക്കണം എന്നാണ്. അപ്പൊ രണ്ടാമത്തെ സ്വപ്നം ഒരു ചങ്ങായി പറഞ്ഞു, മുഹമ്മദാലി ഓൻ തരാള് തന്നാ മതി തന്നെയാണ്. അല്ലാഹു റബ്ബി, മുഹമ്മദാലിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട, അവനാൻ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ നല്ല നിൽക്കാണ് മരിച്ചാൽ നോക്കിക്കോളി, അള്ളാഹു ഖൈറ് തരട്ടെ. മുഹമ്മദാലി വീട്ടിൽ നിന്ന് കാത്തിക്കണ്ട. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ ഉപ്പ മരിക്കുമ്പോൾ ഞാൻ കടബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഈത്തപ്പഴം കായ്ച്ചപ്പോ എല്ലാരും പറക്കണീന്റെ മുമ്പ് കടം ചോദിച്ചു വരുന്നുണ്ട് പോലെ പൈസ, ഞാൻ എന്ത് ചെയ്യും നബിയെ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ജാബിറെ, കടം കൊടുക്കാനുള്ള പേരൊക്കെ എഴുതി വെച്ചോ, പഴം പറിച്ചിട്ട് മുറ്റത്തവിടെ കൂട്ടി വെക്കുക, ഞാൻ അങ്ങോട്ട് വരാം, അതിനു മുമ്പ് ആർക്കും കൊടുക്കണ്ട, ഞാൻ വരാം. ജാബിർ റളിയല്ലാഹു അൻഹു കുറഞ്ഞ ഈത്തപ്പന മരത്ത് വന്ന് പഴം പറിച്ചിട്ട് അവിടെ കൂട്ടിയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ആ ഈത്തപ്പഴം കൂട്ടിയിട്ട ചുറ്റുഭാഗത്ത് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊന്ന് നടന്നു, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു.
എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജാബിറെ, കടക്കാരെ വിളിച്ചിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കൊടുത്തോന്ന് പറഞ്ഞു. ഒരാളെ വിളിച്ചു, അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. ആ കൂമ്പാരത്തിൽ നിന്ന് ഒന്നും ചുരുങ്ങിയിട്ടില്ല. രണ്ടാമത്താക്ക് കൊടുത്തു, മൂന്നാമത്താക്ക് കൊടുത്തു, നാലാമത്താക്ക് കൊടുത്തു. എല്ലാരെ കടവും വീട്ടി കഴിഞ്ഞപ്പോഴും ആദ്യത്തിലുള്ള അത്രക്കാരൊക്കെ പിന്നെയും അവിടെയുണ്ട്. റസൂലുള്ളാഹിനോട് പോയിട്ട് പറഞ്ഞു, നബിയെ, കടക്കാരെ കടൊക്കെ വീട്ടി, ഈത്തപ്പഴം അങ്ങനെ തന്നെ ബാക്കിയാണ്. റസൂലുള്ളാഹി ദുആ ചെയ്ത ബർക്കത്താണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനി വാപ്പാന്റെ കടല്ലേ, എനിക്ക് ഓർമ്മയില്ലാത്തതോ ആർക്കെങ്കിലും ഉള്ളതുകൊണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞേക്ക്, ആർക്കെങ്കിലും വാപ്പ തരാനുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കണം. ആ ജാബിർ റളിയല്ലാഹു അൻഹു അവിടെയൊക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പയുമായി ആർക്കെങ്കിലും ഇനി ഇടപാടുണ്ടോ, ആർക്കെങ്കിലും ഇനി ഇടപാടുണ്ടോ? ഓ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ പോറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ വാപ്പയോ ഉമ്മയോ ഏതെങ്കിലും കാരണത്താൽ അല്പം കടബാധ്യത വെച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാന്റെ ഉമ്മാന്റെ ആ കടബാധ്യത മക്കൾ ഏറ്റെടുത്തുകൊണ്ട് വേഗത്തിൽ വീട്ടുന്ന കാര്യം മക്കൾ ശ്രദ്ധിക്കണേ. നമുക്ക് വേണ്ടിയാണ് വാപ്പ കടമാക്കിയത്, നമുക്ക് വേണ്ടിയാണ് അങ്ങനെ കടം വന്നത്. വാപ്പാക്കോ അല്ല കടബാധ്യത ആർക്കെങ്കിലും ഉണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി ദുആ ചെയ്ത ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ കടവും വീട്ടി കഴിഞ്ഞിട്ടും ആ ഈത്തപ്പഴം അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. അത് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ. കുടുംബത്തെ നോക്കുന്നവനെ അല്ലാഹു തആല കഷ്ടപ്പെടുത്തുകയില്ല. കുടുംബം നോക്കുന്നവനെ അല്ലാഹു തആല വെറുതെ ആക്കുകയില്ല. നമ്മുടെ പെങ്ങളും ആങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കണം, ഭാര്യമാരെ ശ്രദ്ധിക്കണം, മക്കളെ ശ്രദ്ധിക്കണം. അല്ലാഹ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.